ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു എന്ന തരത്തിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ചാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഉടനെ ഈ കസ്റ്റഡിയിലെടുക്കലിലേക്ക് കടക്കുകയായിരുന്നില്ല പ്രത്യേക അന്വേഷണ സംഘം. പ്രാഥമികമായ അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നത്. ചെന്നൈ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഉണ്ടായിരുന്നു. അവിടെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇടപാടുകളിലുള്ള ദുരൂഹതയൊക്കെ SITയുടെ ശ്രദ്ധയിൽ പെട്ടതാണ്. അവിടുത്തെ സ്വർണ്ണക്കടയിൽ ഉൾപ്പെടെ പരിശോധന നടന്നതാണ്. ഹൈദരാബാദിലേക്ക് സ്വർണ്ണപ്പാളികൾ എത്തിച്ചു എന്നുള്ള നിഗമനത്തിലൊക്കെ അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോഴും ഉത്തരം കിട്ടേണ്ട ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി എടുത്തിരിക്കുന്നത് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ പല കാര്യങ്ങളിലും വ്യക്തത വരും എന്നാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. ആരാണ് ഈ തട്ടിപ്പിന്റെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത് എന്നുൾപ്പെടെ പുറത്തുവരേണ്ടതുണ്ട്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആസൂത്രണമാണോ, അത് മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്, അതോ മറ്റേതെങ്കിലും ബുദ്ധി കേന്ദ്രം ഇതിന് പിന്നിലുണ്ടോ എന്നിങ്ങനെ ഒട്ടേറെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരാനുണ്ട്. AV ജയശങ്കർ കൂടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പക്ഷേ എവിടെയെന്ന് വ്യക്തതയില്ല. എന്തെങ്കിലും വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടോ ജയശങ്കർ? അതായത് ഉന്മേഷ്, ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് പിന്നാലെ പത്തനംതിട്ടയിൽ അവർക്കൊരു ക്യാമ്പ് ഓഫീസ് വേണമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പഴയ എയർ ക്യാമ്പിലാണ് ഈ SITക്ക് വേണ്ടി ക്യാമ്പ് ഓഫീസ് ക്രമീകരിച്ചത്. പക്ഷേ SIT സംഘം ഇതുവരെ ഈ ക്യാമ്പ് ഓഫീസിൽ എത്തിയിട്ടില്ല. ഈ തിങ്കളാഴ്ചയോടുകൂടി സംഘം ഇങ്ങോട്ട് എത്തുമെന്ന് അറിയിപ്പുണ്ടായിരുന്നെങ്കിലും ഇതുവരെ ഈ SIT സംഘം പത്തനംതിട്ടയിലെ ക്യാമ്പ് ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. എവിടെ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന വിവരം ഈ ലോക്കൽ പോലീസിലെയും സ്പെഷ്യൽ ബ്രാഞ്ചിലെയും ഒന്നും ഒരു ഉദ്യോഗസ്ഥർക്കും ഇതുവരെ ഈ SIT സംഘം കൈമാറിയിട്ടില്ല എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT സംഘം ചോദ്യം ചെയ്യുന്നു എന്ന വിവരം മാത്രമാണ് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനാവുക. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും ഘട്ടത്തിൽ SIT അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം മെഡിക്കൽ എടുക്കാൻ കൊണ്ടുവരേണ്ടത് പത്തനംതിട്ടയിലാണ്. ഒപ്പം തന്നെ റാന്നി കോടതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കേണ്ടത്. ശബരിമലയുടെ അധികാര പരിധിയിലുള്ള കോടതി റാന്നിയാണ്. ഈ SIT സംഘം FIR എടുത്തത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണെങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട അധികാര പരിധിയിലുള്ള കോടതി റാന്നി കോടതിയാണ്. അവിടെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട 2 കേസുകളുടെയും FIRകൾ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട പ്രധാനമാണ്. കാരണം ഈ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് അല്ലെങ്കിൽ നാളെയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായും കൊണ്ടുവരേണ്ടത് പത്തനംതിട്ടയിലേക്കാണ്. ഈ പത്തനംതിട്ട ജില്ലയിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചില വണ്ടികളും ഈ SIT സംഘത്തിന് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ആ വണ്ടികളാണ് അവർ ഉപയോഗിച്ചും വരുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ജില്ലയിൽ എത്തിയിട്ടില്ല എന്നാണ് ഈ ലോക്കൽ പോലീസൊക്കെ നിലവിൽ നൽകുന്ന വിവരം. ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പഴയ എയർ ക്യാമ്പിലാണ് SIT സംഘത്തിന്റെ ക്യാമ്പ്. ശരി ജയശങ്കർ, ഏതായാലും അവിടെ ഇല്ല എങ്കിൽ ഇനി എവിടെയെന്നുള്ള ചോദ്യമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.